ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിൻ്റെ സുവർണ ജയന്തി ആഘോഷിക്കുകയാണ്. 50 കൊല്ലമായി അദ്ദേഹം എഴുത്താരംഭിച്ചിട്ട്. ഇന്നത് കോഴിക്കോട് നടക്കുകയാണ്. കോഴിക്കോട് നഗരം ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഒരു അഭിഭാഷകനായി കോഴിക്കോട്ടെ നഗരത്തിൻ്റെ ഇടനാഴിയിലൂടെ ഒക്കെ തന്നെ നമ്മൾ സ്ഥിരം കണ്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇന്ന് ആദരിക്കപ്പെടുന്നു. ഇന്ന് രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്യും. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ 2 പുസ്തകങ്ങൾ കൂടിയാകുമ്പോൾ 250 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയെന്ന്. ഒരുപക്ഷെ ഇത് ലോക റെക്കോർഡാകും. 50 കൊല്ലത്തിനിടയിൽ 250 പുസ്തകങ്ങൾ. ഗോവ ഗവർണറായിരിക്കെ തന്നെ അദ്ദേഹം 150 ശേഷമുള്ള 100 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഈ കാലത്താണ്. വൈകുന്നേരം സമാദരണ സമ്മേളനമുണ്ട്. ഇത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഉദ്ഘാടനം ചെയ്യുക. ചടങ്ങിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, ബെസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തയിലേക്ക്. എന്താണ് പി എസ് ശ്രീധരൻപിള്ള? രാഷ്ട്രീയ പ്രവർത്തകൻ, അഭിഭാഷകൻ, എഴുത്തുകാരൻ, ഇപ്പോൾ ഗവർണർ. പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് വിശേഷങ്ങൾ ഏറെയാണ്. പക്ഷേ എഴുത്തുകാരനായി അറിയപ്പെടാനാണ് സർഗാത്മകത മനസ്സിൽ സൂക്ഷിക്കുന്ന പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് എപ്പോഴും ഇഷ്ടം. എഴുത്തിൻ്റെ 50-ാം കൊല്ലത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 250 പുസ്തകങ്ങളാകുന്നു എന്നുള്ള നല്ല വാർത്ത നമുക്ക് അടുത്തെത്തുമ്പോൾ അദ്ദേഹമായിട്ട് നമുക്കൊന്ന് കുറച്ച് വർത്തമാനങ്ങൾ പറയാം. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നതിന് മുമ്പ് അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ ഞാനൊന്ന് തിരിഞ്ഞു നടക്കുകയാണ്. മിസോറാം ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് 125 പുസ്തകങ്ങൾ എഴുതി പി എസ് ശ്രീധരൻപിള്ള. ഗവർണർ പദവിയിലെത്തിയ ശേഷമുള്ള 5 വർഷങ്ങളിലാണ് ബാക്കി 125 പുസ്തകങ്ങൾ എഴുതിയത്. കഥയും കവിതയും ലേഖനങ്ങളും യാത്രാവിവരണങ്ങളും എല്ലാം ഉണ്ട് അക്കൂട്ടത്തിൽ. തിരക്കേറിയ ജീവിതം നയിക്കുമ്പോഴും എഴുത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ശ്രീധരൻപിള്ളയ്ക്ക്. 1974 കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ശ്രീധരൻപിള്ള എഴുത്തിന്റെ ലോകത്തെത്തുന്നത്. കോളേജ് മാഗസിൻ എഡിറ്ററും വൈസ് ചെയർമാനുമായിരുന്നു ശ്രീധരൻപിള്ള. അടിയന്തരാവസ്ഥക്കാലത്ത് മകന്റെ സുരക്ഷ ഭയന്ന് എഴുത്തുകളെല്ലാം വീട്ടുകാർ നശിപ്പിച്ചു. ആലപ്പുഴ വെൺമണി സ്വദേശിയായ ശ്രീധരൻപിള്ള കുറച്ചുകാലം പി എസ് വെൺമണി എന്ന തൂലികാ നാമത്തിലാണ് എഴുതിയിരുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്ന ശ്രീധരൻപിള്ളയുടെ കൃതികൾ ഹിന്ദി, ബംഗാളി, കന്നഡ, തെലുങ്ക്, കൊങ്കിണി, ഒറിയ, ആസാമി ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ABVP-യുടെയും യുവമോർച്ചയുടെയും സംസ്ഥാന നേതാവായ ശ്രീധരൻപിള്ള BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, BJP ലക്ഷദ്വീപ് പ്രഭാരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, BJP ഉപാധ്യക്ഷൻ, സംസ്ഥാന വക്താവ്, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച ശേഷമാണ് 2019 മുതൽ 2021 വരെ മിസോറാം ഗവർണറും 2021 മുതൽ ഗോവ ഗവർണറുമായത്. റിസർച്ച് ഡെസ്ക് 24.